ഡോക്ടർ മേരി ജോർജ്, അതായത് വളരെ വലിയ മാറ്റങ്ങൾ ഭാരതത്തിലുണ്ടായി, ഒരു കുതിച്ചുചാട്ടമുണ്ടായി, അതിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിമർശന വിധേയമായ പലതുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു സമ്പദ് വ്യവസ്ഥയെ ഉണ്ടാക്കിയെടുക്കൽ അത്ര എളുപ്പമല്ലല്ലോ. വികസ്വര രാജ്യമായിരുന്ന ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന ഒരു പ്രയാണത്തിലാണ് മോദി സർക്കാർ എന്ന് പറഞ്ഞാൽ അതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ, ശരികൾ നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ കാർഷിക രംഗത്ത്, യന്ത്രവൽക്കരണത്തിൽ, ആധുനികവൽക്കരണത്തിൽ, നിർമ്മാണ പശ്ചാത്തല രംഗത്തെ പുരോഗതിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ആകപ്പാടെ സുസ്ഥിരമായൊരു സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞുറപ്പിക്കാറായില്ലേ? സുസ്ഥിരമായൊരു സാമ്പത്തിക മേഖലയിലേക്ക് നമ്മൾ എത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വളർച്ച 6.35, 6.5, 7 ഈ തരത്തിലൊക്കെ ഈ 11 വർഷവും നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. അപ്പോഴും നമ്മൾ ഓർക്കണം, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിൽ ശരാശരി 8% വളർച്ച നമ്മൾ നേടിയിരുന്നു. അത് പോട്ടെ, ആ 0.5% വർധനവോ കുറവോ അല്ല ഇവിടെ പ്രശ്നം. ഇപ്പോൾ തൊട്ട് മുൻപ് തന്നെ മിസ്റ്റർ കാർത്തികേയനോ മറ്റോ ഈ നമ്മൾ 4th പൊസിഷൻ GDPയിൽ 2047 ആകുമ്പോഴത്തേക്ക് നമ്മൾ 3rd പൊസിഷനിലെത്തും എന്ന രീതിയിൽ സംസാരിച്ചു. ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയുള്ള സംസാരവും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കാണുന്നുമുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാൻ ചോദിക്കുകയാണ്, ഈ GDPയിൽ 4ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, അതാണല്ലോ എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ കിട്ടി നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന ഇൻകമാണ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ ആളോഹരി വരുമാനം എന്ന് പറയുന്നത്. അതൊക്കെ ഇന്ത്യയിൽ എത്രയാണ്? അത് 2500-നും 3000-നും, അതായത് ഡോളറിന് ഇടയ്ക്കാണ് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം 4ാം സ്ഥാനത്ത് എത്തിയെന്ന് പറയുമ്പോൾ. അതേ സമയത്ത് അത് ചൈനയുടെ $13,000, അതേ സമയത്ത് അമേരിക്കയുടേത് $76,000 അത്ര വ്യത്യാസമുണ്ട് പെർ ക്യാപിറ്റ ഇൻകത്തിൽ. പെർ ക്യാപിറ്റ ഇൻകം കൊണ്ടാണല്ലോ നമ്മൾ ജീവിത നിലവാരം അളക്കുന്നത്. അപ്പം നമ്മുടെ GDP കൂടി, പക്ഷേ ജീവിത നിലവാരം വളരെ താഴ്ന്നു നിൽക്കുന്നു. നമുക്ക് തൊട്ട് താഴെ പോയെന്ന് പറഞ്ഞ ജപ്പാൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ ജീവിത നിലവാര സൂചിക, അവരുടെ പെർ ക്യാപിറ്റ ഇൻകം എത്രയെന്ന് നോക്കണം. അപ്പോൾ ഇതൊരു വലിയ വമ്പൻ അച്ചീവ്മെൻ്റ് ആയിട്ട് ഒരിക്കലും സാമ്പത്തിക ശാസ്ത്രം അറിയാവുന്നവർക്ക് പറയാൻ പറ്റില്ല. സാമ്പത്തിക ശാസ്ത്രം എന്താ പറയുന്നതെന്നറിയാമോ? GDP വളർച്ച ഇറ്റിച്ചിറങ്ങണം, സാധാരണ ജനങ്ങളിലേക്ക് അത് ഇറ്റിച്ചിറങ്ങണം. എങ്ങനെയാണ് ഇറ്റിച്ചിറങ്ങുന്നത്? തൊഴിലായിട്ട്, വേതനമായിട്ട്, ജീവിത നിലവാരമായിട്ട് സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് GDPയുടെ വളർച്ചയിൽ സന്തോഷിക്കാനോ കൊട്ടിഘോഷിക്കാനോ അവസരമുണ്ടാകുന്നത്. അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് ഇന്ത്യ വലിയ GDP നേടിയ രാജ്യമാണ് എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നത് വലിയ ലജ്ജാകരമായ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.